പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് കേരളീയരുടെ ദേശീയ വിനോദമായ വള്ളംകളിയോടൊപ്പം തന്നെ മലയാളിയുടെ ഹൃദയങ്ങളിൽ താളം ഉയർത്തി അവരുടെ ശാശ്വതമായ ആരാധനയ്ക്ക് അർഹമായി തീർന്ന കൃതിയായ രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ കുറിച്ച് പഠിക്കാം. മീനച്ചിൽ താലൂക്കിൽ രാമപുരമാണ് വാര്യരുടെ ജന്മസ്ഥലം. 1703 1763 മധ്യേ അദ്ദേഹം ജീവിച്ചിരുന്നതായി വിശ്വസിക്കുന്നു. അധ്യാപനമായിരുന്നു ജീവിതവൃത്തിക്കുള്ള മാർഗം. ഒരു നാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്ര ദർശനത്തിനായി വൈക്കത്തെത്തി. പണ്ഡിതനല്ലെങ്കിലും ദരിദ്രനായ വാര്യർ മഹാരാജാവിനെ മുഖം കാണിച്ച് ചില ശ്ലോകങ്ങൾ അടിയറ വെച്ചു. സംപ്രീതനായ രാജാവ് വാര്യരെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു. രാജാവിനോടൊത്ത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ രാജകൽപ്പന അനുസരിച്ച് എഴുതിയ കൃതിയാണ് കുചേലവൃത്തം എന്ന് പറയുന്നു. ഏതായാലും ഈ ഒരൊറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ രാമപുരത്തു വാര്യർ സ്ഥിരപ്രതിഷ്ഠ നേടി. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ വള്ളംകളിക്ക് ഉപയോഗിക്കാവുന്ന ചില പാട്ടുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. നാടൻ പാട്ടുകളിൽ പലതും വഞ്ചിപ്പാട്ടുകളാണ്. എന്നാൽ വഞ്ചിപ്പാട്ടെന്ന കാവ്യപ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവ് വാര്യർ ആണെന്ന് തന്നെയാണ് പറയുന്നത്. താളക്കൊഴുപ്പുള്ള നദോന്നത വൃത്തത്തിൽ രചിച്ച കുചേലവൃത്തം രചനാ ചാതുരിയിലും കൽപ്പനാ വൈഭവത്തിലും സാമാന്യ നിലവാരം പുലർത്തിയ കൃതി തന്നെയാണ്. രാജഭക്തന്മാർക്ക് അന്നേ പ്രിയങ്കരമായതുകൊണ്ടാവാം കുചേലവൃത്തത്തിന് സാർവത്രികമായ ഒരു പ്രചാരം ലഭിച്ചു. കവിതയുടെ പ്രമേയവും ഇതിന് സഹായിച്ചു. കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും ജീവിത സൗഹൃദമാണ് ഈ കൃതിയിലെ പ്രതിപാദ്യം. ദരിദ്രനായി തീർന്ന കുചേലൻ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സഹപാഠിയായിരുന്ന കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോകുന്നു. അവരുടെ വികാരോഷ്മളമായ കൂടിക്കാഴ്ചയും തുടർന്നുള്ള സംഭവങ്ങളും കുചേലവൃത്തത്തിൽ വിവരിക്കുന്നു. കുചേലന്റെ കൃഷ്ണഭക്തിയാണ് ഈ കവിതയുടെ ജീവൻ. കുചേലന് ശ്രീകൃഷ്ണനിൽ നിന്ന് ഐശ്വര്യം കൈവന്ന പോലെ വാര്യർക്ക് രാജാവിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടായതായും പ്രസ്താവനയുണ്ട്. ഇല്ലാദാരിദ്രാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണു കുത്തുമാറായതു കണ്ടാലും എന്ന കുചേലഭക്തിയുടെ പരിദേവനം ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ വിളിച്ചറിയിക്കുന്നു. കുചേലവൃത്തത്തിലെ മറ്റു ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ പണ്ടൊരിക്കൽ പാണ്ഡവ മഹിഷിയുടെ ശാഗോദനം ഉണ്ടു നാം ഇന്നു ഭവാന്റെ പൃഥുകം തിന്നു രണ്ടു കൊണ്ടുമുണ്ടായോളം സുഖവും തൃപ്തിയും കീഴിൽ ഉണ്ടായിട്ടില്ലൊരിക്കലും എനിക്കു സഖേ എന്ന ശ്രീകൃഷ്ണ വാക്യം ആ ചിരകാല സൗഹൃദത്തിന്റെ തെളിഞ്ഞ വ്യാഖ്യാനം തന്നെയാണ്. സ്നേഹം, സൗഹൃദം, പരസ്പര വിശ്വാസം ഇവയുടെ ഉത്തമ മാതൃകകളായിരുന്നു കുചേലനും ശ്രീകൃഷ്ണനും. കുചേലവൃത്തത്തിലെ ഭാസുരമായ മറ്റൊരു ചിത്രം നമുക്ക് നോക്കാം. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടു തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഈ ഭാസുരമായ ചിത്രം ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും ബന്ധത്തിന്റെ മഹത്വവും ദാർഢ്യവും വെളിവാക്കുന്നതാണ്. വഞ്ചിപ്പാട്ടിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതവുമായി ഇടചേർന്നിരിക്കുന്നതും വൈകാരികമായ ബന്ധം പുലർത്തുന്നതുമായ ജനകീയ കവിതകളായിരുന്നു നാടൻ പാട്ടുകൾ. ഇത്തരം പാട്ടുകളിൽ ജലാശയവുമായി ബന്ധപ്പെട്ട ഗാനശാഖയാണ് വഞ്ചിപ്പാട്ട്. ഇത് രചിച്ചിരിക്കുന്നത് നദോന്നത എന്ന വൃത്തത്തിലാണ്.
വ്യാസോൽപ്പത്തി, കിരാതം, നളചരിതം, രാമായണം, ഉണ്ണിമാണിക്യം എന്നീ വഞ്ചിപ്പാട്ടുകൾ ഉണ്ടെങ്കിലും സാഹിത്യ സോപാനത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തന്നെ. ഇതിന്റെ കർത്താവായിരുന്നല്ലോ രാമപുരത്ത് വാര്യർ. മീനച്ചി താലൂക്കിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വാര്യർ ഉപജീവനം തേടി വൈക്കത്തെത്തുന്നതും അവിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയ്ക്ക് വാര്യർ ചില ശ്ലോകങ്ങൾ കാഴ്ചവെച്ചതും രാജാവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയും ആ യാത്രയിൽ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ഉണ്ടാക്കിയ കൃതിയുമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടെന്ന ഐതിഹ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ കൃഷ്ണസന്നിധിയിലേക്ക് അവലുമായി പോകുന്ന കുചേലന്റെ കഥയ്ക്കും രാജസന്നിധിയിലേക്ക് കാവ്യവുമായി എത്തുന്ന രാമപുരത്തു വാര്യരുടെ ജീവിതത്തിനും സമാനതകൾ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. തിരുവിതാംകൂറിന്റെ പ്രിയപ്പെട്ട ഒരു വിനോദമായിരുന്നു, അതൊരു വ്യായാമം കൂടിയായിരുന്നു വള്ളംകളി. ധാരാളം നദികളും ജലാശയങ്ങളുമുള്ള ഒരു നാട്ടിൽ ഇത്തരം വിനോദങ്ങൾക്ക് പ്രചാരം ലഭിച്ചതിൽ ആശ്ചര്യമില്ല. ഇതിനു വേണ്ടി ഉണ്ടായിട്ടുള്ള ഗാനകാവ്യങ്ങൾക്ക് വഞ്ചിപ്പാട്ടെന്ന പേര് കിട്ടിയതും മനോഹരം തന്നെ. അതുകൊണ്ട് തന്നെ അധ്വാനത്തിൻ്റെയും സംഘശക്തിയുടെയും പാട്ടുകളായി വഞ്ചിപ്പാട്ടുകളെ വിശേഷിപ്പിക്കുന്നുണ്ട്. സാഹിത്യ ഗുണം കൊണ്ട്, പ്രചാരം കൊണ്ട് മലയാളത്തിലെ ശ്രദ്ധേയമായ വഞ്ചിപ്പാട്ടായിരുന്നു രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കുചേലനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഒരു ഭക്തനായ ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. സുദാമാവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ സഹപാഠികളായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കൽ ഇരുവരെയും വിറക് ശേഖരിക്കാൻ വേണ്ടി ഗുരുപത്നി കാട്ടിലേക്ക് അയച്ച ഒരു സന്ദർഭം. ഇടിയും മഴയും നിമിത്തം വഴിയറിയാൻ കഴിയാതെ ഒരു രാത്രി മുഴുവൻ അവർക്ക് കാട്ടിൽ കഴിച്ചുകൂടേണ്ടി വന്ന ഒരവസ്ഥ. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. പിന്നീട് ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ അധിപതിയാകുന്നു. കുചേലൻ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ഗൃഹസ്ഥാശ്രമിയുമായി തീർന്നു. ഒരിക്കൽ പത്നിയുടെ അപേക്ഷപ്രകാരം ഒരു പൊതി അവലുമായി അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് തിരിക്കുന്നു. സഹപാഠിയെ കൃഷ്ണൻ സന്തോഷപൂർവ്വം എതിരേൽക്കുകയും ഏറെ താല്പര്യത്തോടെ അവൽപ്പൊതി പിടിച്ചുവാങ്ങി വാരി തിന്നുകയും ചെയ്തു. സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ട സന്തുഷ്ടചിത്തനായി അഭീഷ്ടം ചോദിക്കാൻ പോലും മറന്ന് കുചേലൻ തിരികെ പോന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു കുടിൽ ഒരു മണിമന്ദിരമായി തീർന്നിരുന്നു. കൃഷ്ണന്റെ കൃപാകടാക്ഷത്തിൻ്റെ മകുടോദാഹരണമായിട്ട് നമുക്കിതിനെ വായിക്കാം. കൃഷ്ണന്റെയും കുചേലന്റെയും സൗഹൃദത്തിൻ്റെ ദൃഢതയാണ് ഈ കാവ്യഭാഗങ്ങളിൽ നാം കാണുന്നത്. കുചേലവൃത്തത്തിലെ ശ്രീകൃഷ്ണന്റെ കുറച്ച് ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം. സാന്ദീപനി മഹർഷിയുടെ ഗ്രഹത്തിൽ ശ്രീകൃഷ്ണനും കുചേലനും സഹപാഠികളായി വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ രാമപുരത്തു വാര്യർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സാന്ദീപനി ഗ്രഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഗുരുപത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പുക്കിന്ധനമൊടിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം
മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാമെല്ലാം ഒരുമിച്ചതും. പാർത്തിരിയാതെ പറന്നു പോമി കാറ്റത്തെന്നുൾക്കാമ്പിൽ ഓർത്തൊരു തൂരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മുദിച്ചതും മറന്നില്ലല്ലീ. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടു കോപിച്ചതും പുലർകാലെ തിരഞ്ഞു കാൺമാൻ. താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും. ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മെയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. കൃഷ്ണന്റെയും കുചേലന്റെയും സൗഹൃദത്തിന്റെ ദൃഢതയെ എത്ര മനോഹരമായിട്ടാണ് വാര്യർ ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്നത്. ജീവിതത്തിന്റെ വിപരീതമായ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്കിടയിൽ സൗഹൃദത്തിന്റെ ഒരു തെളിമ നിറഞ്ഞു നിന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ രൂപപ്പെട്ടതിന് കാരണം പ്രധാനമായിട്ടും അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം തന്നെയായിരുന്നു. രാജകുമാരനെയും ദരിദ്രനായ ബ്രാഹ്മണകുമാരനെയും വിറക് ശേഖരിക്കാൻ ഒരുമിച്ച് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഗുരുവിന്റെ സമഭാവനയും ഗുരുകടാക്ഷം തന്നെയാണ് ജീവിത വിജയമെന്ന ശിഷ്യരുടെ വിശ്വാസവും പ്രശ്നങ്ങളെ കൈകോർത്ത് നേരിടുന്ന ശിഷ്യരുടെ ഐക്യബോധവും പ്രതിസന്ധികളിൽ ശിഷ്യരെ തേടിയെത്തുന്ന ഗുരുവിന്റെ കരുതലുമെല്ലാം ഈ ഭാഗങ്ങളിൽ ശ്രദ്ധേയമാണ്. വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സാന്ദീപനി മഹർഷിയുടെ ഗ്രഹത്തിൽ പണ്ട് അവർ ഒരുമിച്ച് കഴിഞ്ഞതും വളരെ ആദരവോടുകൂടി വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും നിറഞ്ഞ സൗഹൃദത്തിൻ്റെയും ഉൾച്ചേർക്കലിൻ്റെയും ഒക്കെ ആത്മബന്ധം അവരിലുണ്ടായതും ഒന്നും പരസ്പരം മറക്കാൻ കഴിയുന്നില്ല. ഗുരുപത്നിയുടെ നിയോഗമനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് ഒരിക്കൽ അവരെല്ലാവരും കൂടി കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയതും പെരിങ്കാട്ടിൽ പ്രവേശിച്ച് വിറക് ഒടിച്ച് കെട്ടിവെച്ചപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചതും ഇന്നും മറക്കാൻ കഴിയുന്നില്ല. കൂരിരുട്ടും പെട്ടെന്ന് വന്ന മഹാമഴയും കൊടുങ്കാറ്റും എല്ലാം കൂടി അവരുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്നു. പ്രഭാതം വരെ പേടിച്ചവര് ആ കാറ്റത്ത് ഭയന്ന് അവരുടെ തുരപ്പിന്റെ ഉള്ളിൽ, ഒരു ഗുഹയുടെ ഉള്ളിൽ ഒരുമിച്ച് ഈ കൂട്ടുകാരെല്ലാവരും ഇരുന്നതും കൈകൾ കോർത്തു പിടിച്ച് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതുവരെ അവരവിടെ ആ ഗുഹയ്ക്കുള്ളിൽ ഈ കുട്ടികൾ ഇരുന്നതുമൊക്കെ ഇന്നും ആ സുഹൃത്തുക്കളുടെ മനസ്സിലേക്ക് കടന്നു വരുവാണ്. കൃഷ്ണന്റെ മനസ്സിൽ നിറഞ്ഞു വരുന്ന ഓർമ്മകൾ. താപസനായ സാന്ദീപനി മഹർഷി സന്ധ്യയായപ്പോഴേക്കും കുഞ്ഞുങ്ങളെ കാണാതെ അവരെ വിറകിനായിട്ട് പറഞ്ഞു വിട്ടതിൽ കോപിച്ച് പ്രഭാതത്തിൽ ഈ കുട്ടികളെ അന്വേഷിച്ച് വന്നതും ദുഃഖിച്ച് വിഷമിച്ച് കുട്ടികളെ അന്വേഷിക്കുന്നതും പേടിച്ച് വിറച്ചിരിക്കുന്ന ഈ കുട്ടികളെ കണ്ടതും ഈ കുഞ്ഞുങ്ങൾ ഈ മഹാമുനിയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ആ മുനിയുടെ കാൽപാദത്തിൽ വീണ് നമസ്കരിച്ചതും മുനി അവരെ അനുഗ്രഹിച്ചതുമെല്ലാം കൃഷ്ണ മനസ്സിലൂടെ കടന്നുപോവുകയാണ്. ഒരുപക്ഷേ രാമപുരത്ത് വാര്യർ ഈ കാവ്യഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും തീവ്രമായ 2 വരികൾ നമുക്ക് ശ്രദ്ധേയമാണ്. നന്മ നമുക്കതേയുള്ളൂ ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. എത്രയോ പ്രസക്തമായ 2 വരികളാണ്. ഗുരുനാഥന്റെ ആ കടാക്ഷം, അനുഗ്രഹം കൂടാതെ ജന്മസാഫല്യം ആർക്കെങ്കിലും കിട്ടുമോ? യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളതിൻ്റെ ചിത്രം വളരെ കൃത്യമായിട്ടാണ് രാമപുരത്ത് വാര്യർ ഈ ശ്രീകൃഷ്ണ വാക്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്.
ജീവിതത്തിൽ എല്ലാ ഉയർച്ചയ്ക്ക് നിദർശനമായിട്ടുള്ളത് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണെന്നുള്ള വലിയ മഹത്തായ ഒരു സന്ദേശം തന്നെയാണ് വാര്യർ പകർന്നു നൽകുന്നത്. സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഭാഗവതത്തിലെ കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും ബന്ധം. ഉയർന്ന നിലയിലെത്തിയിട്ടും കൃഷ്ണൻ കുചേലനെ മറക്കുന്നില്ല. കൃഷ്ണന്റെ അനുഗ്രഹത്താൽ സഹപാഠിയായ കുചേലൻ ധനികനായി തീരുന്നു പിൽക്കാലത്ത്. ആത്മബന്ധത്തിന്റെ ആഴവും പരപ്പും നമുക്ക് ഈ വാര്യരുടെ കാവ്യത്തിലൂടെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഒരു പരിധിവരെ രാമപുരത്തു വാര്യർ സ്വന്തം ജീവിത അനുഭവത്തെയാണ് പുരാണ കഥയോട് കൂട്ടിച്ചേർത്തിവിടെ ആവിഷ്കരിച്ചത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ 80-81 അധ്യായങ്ങളിലാണ് സുദാമാചരിതം ഇതിവൃത്തമായിട്ട് വരുന്നത്. മനോഹരമായ ഈ കവിത രചിച്ചിരിക്കുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമായ നദോന്നതയിലാണ്. നദോന്നത വൃത്തം വഞ്ചിപ്പാട്ട് വൃത്തം എന്ന നിലയിൽ വളരെ പ്രശസ്തമാണ്. ഗണം തുക്ഷരം 8 ഒന്നാം പാദത്തിൽ മറ്റേതിൽ ഗണം 6 നിൽക്കണം. 2 8-ാമതക്ഷരെ ഗുരു തന്നെ എഴുത്തല്ല. ഈ ശീലിൻ പേർ നദോന്നത എന്നാണല്ലോ നദോന്നതയുടെ ലക്ഷണം. 2 അക്ഷരം വീതമുള്ള 8 ഗണം ആദ്യത്തെ വരിയിലും 6 ഗണം രണ്ടാമത്തെ വരിയിലും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ വരിയിൽ 16 അക്ഷരവും രണ്ടാമത്തെ പാദത്തിൽ 13 അക്ഷരവും കാണും. 2 വരിയിലും 8-ാമത്തെ അക്ഷരത്തിൽ ഒരു യതി അഥവാ നിർത്തുണ്ടായിരിക്കണം. മിക്ക അക്ഷരങ്ങളും ഗുരു തന്നെയും ആയിരിക്കും. വാര്യരുടെ കുചേലവൃത്തം നമ്മൾ ആലപിക്കുമ്പോൾ നദോന്നതയുടെ ആ നദവും ഉന്നതവുമായ മനോഹരമായ താളം, പതിഞ്ഞതും ഉയർന്നതുമായ ഒരു താളം നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നു. നമുക്ക് നോക്കാം. ഇല്ലാ ദാരിദ്രാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണു കുത്തുമാറായതു കണ്ടാലും. ആ വരികളിലൂടെ കടന്നു പോകുമ്പോൾ വഞ്ചിപ്പാട്ടിന് നദോന്നതാവൃത്തം എത്രമാത്രം താളാത്മകത കൊടുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഭാഷാപരമായ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ ധാരാളം പദങ്ങൾ വാര്യർ ഉപയോഗിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ പദങ്ങളെ, മനോഹരമായ പദങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് തന്നെയാണ് രാമപുരത്തു വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാഷാവൃത്തമായിട്ടുള്ള നദോന്നത ഇവിടെ തിരഞ്ഞെടുത്തതും. വഞ്ചിപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ ജനകീയ സംസ്കാരത്തിന്റെ പ്രഭാപൂരമായി ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാകട്ടെ ആറന്മുളയിലെ പള്ളിയോടങ്ങളുടെ താളം കൂടി നമുക്ക് സമ്മാനിച്ചപ്പോൾ അത് കാവ്യ സംസ്കാരത്തിന് ഒരു വ്യത്യസ്തത പകർന്നു. പ്രാചീന കവിത്രയത്തിൻ്റെ ആ ശീലികളോടൊപ്പം തന്നെ നമുക്ക് വാര്യരുടെ ഈ കവനത്തെയും നമുക്ക് കാണാം. മലയാള കാവ്യ സംസ്കാരത്തിൻ്റെ വികാസത്തിൽ കുചേലവൃത്തം നൽകിയ സംഭാവന നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. പുരാണ കഥ വർത്തമാനകാല ജീവിത സമസ്യയുമായി ബന്ധപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാനുഷികമായ ഒരു തലത്തിൽ കുചേലനെയും ശ്രീകൃഷ്ണനെയും അവതരിപ്പിച്ചപ്പോൾ നാടുവാഴിത്ത ജീവിത മര്യാദകളുടെ ചില വശങ്ങൾ കൂടി കവി ചൂണ്ടിക്കാണിച്ചു. ചെറിയൊരു പുരാണ കഥ ഒരു കാവ്യത്തിൻ്റെ ആത്മസത്തയായി അദ്ദേഹം വികസിപ്പിക്കുകയും അതിലൂടെ ഭാരതീയ ജീവിത മൂല്യങ്ങളുടെ തിളക്കമാർന്ന ഘടകങ്ങളെ പുതിയ തലമുറയുടെ ബോധമണ്ഡലങ്ങളിൽ അദ്ദേഹം എത്തിക്കുകയും ചെയ്തു. കുചേലൻ എന്ന പുരാണ കഥാപുരുഷൻ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത് കുചേലവൃത്തത്തിലൂടെയാണ്. ലൗകിക വിരക്തനായ ഒരു ശുദ്ധ മനുഷ്യനാണ് ഭാഗവതത്തിലെ കുചേലൻ. പക്ഷേ രാമപുരത്തു വാര്യരുടെ കുചേലൻ ഭൗതിക ജീവിതത്തിൽ തൽപരനാണ്. അത് തുറന്നു പറയാൻ
ദുർബലനായ കുചേലന് കഴിയുന്നില്ലെന്നേയുള്ളൂ. കുചേലവൃത്തത്തെ പല രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇഹലോക ജീവിതത്തെ യാഥാർത്ഥ്യമായും ഈ ഭൂമിയിൽ നിന്ന് നേടുന്ന സുഖത്തെ അർത്ഥപൂർണമായും കാണുന്ന ഒരു വീക്ഷണം കുചേല കഥയെ അവലംബമാക്കി രൂപപ്പെടുത്താം എന്ന് ഡോക്ടർ എൻ മുകുന്ദൻ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കവിയുടെ അനുഭൂതി ഇതിവൃത്തത്തിൽ സമ്പൂർണമായി ലയിച്ചുകൊണ്ട് തന്നെയാണ് ഈ കവിത രചിക്കപ്പെട്ടിരിക്കുന്നത്. എന്തു വന്നാലും മലയാള കവിതയിൽ കുചേലവൃത്തം അതിൻ്റെതായ ഒരു സ്ഥാനം തന്നെ വഹിച്ചിട്ടുണ്ട്. കുചേലവൃത്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മലയാള കവിത ജീവിതത്തിൻ്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ വേണ്ട കരുത്ത് സമ്പാദിച്ചത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലൂടെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഫലമായി മലയാളിയുടെ കാവ്യ സൗന്ദര്യ ബോധത്തിന് നവീനമായ ഒരു വികാസവും സംഭവിച്ചു. ഭാവുകത്വത്തിൻ്റെ സംവേദനം പുതിയ മേഖലകൾ തേടി വളരുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കുചേലവൃത്തത്തിലെ അലങ്കാരങ്ങൾ കവിയുടെ ആത്മനിവേദനത്തിൽ നിന്ന് ഉറവെടുത്ത സ്വാഭാവിക ആവിഷ്കാരങ്ങളാണ്. വൈകാരികമായ ഭാവോജ്വലത ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഈ കാരണത്താൽ തന്നെ കുചേലവൃത്തത്തെ മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു മുന്നോടിയായി കരുതാമെന്നും വിശ്വസിക്കപ്പെടുന്നു. കവിയുടെ സ്വന്തം ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യം ആവിഷ്കരിക്കുന്ന ഈ കൃതി മലയാള സാഹിത്യത്തിൽ പ്രമേയപരമായൊരു വഴിത്തിരിവിനെ വ്യക്തമാക്കിയ ഒരു കവിത തന്നെയാണ്. പുരാണ കഥയെ ഉപജീവിച്ചാണെങ്കിലും ദാരിദ്ര്യം ഒരു സാഹിത്യകൃതിക്ക് വിഷയമാകുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കുചേലവൃത്തത്തിലൂടെയായിരുന്നു. സതീർത്ഥ്യ സ്നേഹം ഇതിന് വഴികാട്ടിയായി. അടിസ്ഥാനം ഭക്തിയോ സതീർത്ഥ്യ സ്നേഹമോ എന്തുമാകട്ടെ, പരിക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കാൻ തൻ്റെ കാവ്യ മനസ്സിനെ സന്നദ്ധമാക്കിയതോടുകൂടി രാമപുരത്ത് വാര്യർ ഒരു പുതിയ കാവ്യബോധത്തിൻ്റെ സമുദ്ഘാടകനായി തന്നെ തീർന്നു. പിന്നീട് വയലാർ രാമവർമ്മ ഉൾപ്പെടെയുള്ള പിൽക്കാല കവികൾ പലരും കുചേലവൃത്തത്തിലെ കുചേലനെ തങ്ങളുടെ കാവ്യ മനസ്സുകളിൽ ഏറ്റുവാങ്ങി പുതിയൊരു ഭാവുകത്വത്തിൻ്റെ മാനങ്ങൾ സൃഷ്ടിച്ചു എന്നതും മറ്റൊരു ചരിത്രപരമായ വസ്തുതയാണ്. വാര്യരുടെ മറ്റൊരു കൃതിയായി ഭാഷാഷ്ടപതിയെയും ഗീതാഗോവിന്ദത്തിൻ്റെ പരിഭാഷയെയും ഒക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും മലയാളിയുടെ മനസ്സിലേക്ക് പള്ളിയോടങ്ങളുടെ ശീലുകളിലൂടെ, താളബോധത്തിൻ്റെ വൈവിധ്യത്തിലൂടെ, വൈകാരികതയുടെ പൂർണ്ണതയിലൂടെയൊക്കെ വഞ്ചിപ്പാട്ടിൻ്റെ ആ മനോഹാരിതയെ മനസ്സിലേക്കെത്തിച്ച ഒരു വലിയ കവി തന്നെയായിരുന്നു രാമപുരത്ത് വാര്യർ. തീർച്ചയായും മലയാളിക്ക് നെഞ്ചിൽ നിന്ന് പറിച്ചറിയാനാവാത്ത ഒരു ആത്മബന്ധം ആ പാട്ടിൽ ലയിച്ചിട്ടുണ്ട്. ഒരേ സമയം സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സമന്വയമായ ഒരു കൂടിച്ചേരലായി നമുക്ക് വഞ്ചിപ്പാട്ടിനെ കാണാം. കുചേലവൃത്തം അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളിൽ എന്നും അനുരണനം ചെയ്യുക തന്നെ ചെയ്യും. നന്ദി. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതു നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതു നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും. പെരുങ്കാട്ടിൽ പുക്കിന്ധനമൊടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ.
കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം. കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം. മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും. പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റത്തെന്നുൾ കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിലൊളിച്ചന്യോന്യം. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലീ. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടു കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ. താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും. ചെമ്മെ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മെയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും.